ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2025 പ്രഥമ ഹോക്കി വനിതാ പുരുഷ ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നേടിയ ടീമുകളാണ് ഒഡീഷയും തമിഴ്നാടും. ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നത് ഏത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഓർമ്മക്കുറിപ്പാണ്? ശിഖർ ധവാൻ. ഇന്ത്യയിലെ കൗമാരക്കാരായ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള സംരംഭം ഏതാണ്? നവ്യ. ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് ജൂൺ 21 2025 യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ ഓൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നതാണ്. 2025 യോഗാ ദിനാഘോഷങ്ങളുടെ വേദിയായത് വിശാഖപട്ടണമാണ്. ഇറാൻ്റെ ഡ്രോൺ മിസൈൽ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഇസ്രയേൽ അവതരിപ്പിച്ച പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ബരാക് മാഗൻ. മലയാള ഭാഷയിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ ഉടമകൾക്ക് 538 കോടി നൽകണമെന്ന ആർബിട്രേഷൻ വിധികൾ ഏത് കോടതിയാണ് ശരിവെച്ചത്? ബോംബെ ഹൈക്കോടതി. അടുത്തിടെ അന്തരിച്ച മുൻ ISRO ശാസ്ത്രജ്ഞനും പ്രശസ്ത തമിഴ് എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? നെല്ലൈ സു മുത്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ കാരണം ഇറാനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് IBCA. ഈ IBCAയുടെ ആദ്യ അസംബ്ലി നടക്കുന്ന സ്ഥലം ന്യൂഡൽഹിയാണ്. എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ജസീന്ത ആർഡൈറിനാണ്. UN വനിതാ ഫാക്ട് ഷീറ്റ് പ്രകാരം 2025 മന്ത്രിതല ക്യാബിനറ്റ് സ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള രാജ്യമാണ് നിക്കരാഗ്വയാണ്. 2025 നടക്കുന്ന അടുത്ത ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ്? ഇന്ത്യ. 2025 കനേഡിയൻ ഗ്രാൻഡ് പ്രീമിയർ ഫോർമുല 1 സീസണിലെ ആദ്യ റേസിൽ ജയിച്ചതാരാണ്? ജോർജ് റസൽ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച കുട്ടികൾക്കായുള്ള ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേര് റേഡിയോ നെല്ലിക്ക എന്നാണ്. 45 വർഷത്തെ പൊതുസേവന ജീവിതത്തിന് ശേഷം ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനം ഔദ്യോഗികമായി രാജിവെച്ച മുതിർന്ന ഉദ്യോഗസ്ഥനും പരിഷ്കരണവാദിയുമായ വ്യക്തിയാണ് അമിതാഭ് കാന്ത്. അപ്പോൾ 45 വർഷത്തെ പൊതുസേവന ജീവിതത്തിന് ശേഷം ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനം ഔദ്യോഗികമായി രാജിവെച്ച മുതിർന്ന ഉദ്യോഗസ്ഥനും പരിഷ്കരണവാദിയുമായ വ്യക്തിയാണ് അമിതാഭ് കാന്ത്.